ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പ്രൂണിങ്ങും അത് മാത്രമല്ല DAP എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഇത്രയും പൂക്കൾ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ പോട്ട്. എൻ്റെ പോട്ടെന്ന് പറയുന്നത് 10-12 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരു 24-25 സെൻറ്റിമീറ്റർ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പൂക്കളുണ്ടല്ലേ, ഇത്രയും പൂക്കളുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് വെച്ചാൽ ഒന്നിച്ചാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത്. അതായത് ആദ്യം പിടിച്ച പൂവിനെ ആദ്യം തന്നെ വെട്ടിക്കളയാണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് പ്രൂൺ ചെയ്താൽ അടുത്ത വട്ടം നമുക്ക് ഇതുപോലെ കൊലയായിട്ട് പൂക്കൾ പിടിക്കത്തുള്ളൂ. അതായത് ഒന്നാമത്തെ പൂവിനെ അപ്പം തന്നെ വെട്ടിക്കളയാതെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്നിച്ച് ഇതുപോലെ വെട്ടിക്കളയുക. മാത്രമല്ല വെട്ടുമ്പോൾ ഒരു 3-4-5 ഇല വെച്ചിട്ട് വേണം വെട്ടാൻ, എന്നാലേ അതിൻ്റെ താഴെ നിന്ന് ചെറുതായിട്ട് പൊട്ടി വരത്തുള്ളൂ. അതായത് താഴത്തെ ഇലയിൽ എപ്പോഴും 5 ഇതൾ വേണം കേട്ടോ. 5 ലീഫ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുരുപ്പുകൾ അതിൽ നിന്ന് വരത്തുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഫ്ലവർ വരത്തുള്ളൂ. ഇതുപോലെ ഒന്നിച്ച് ഫ്ലവർ വെട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത വട്ടം ഇതുപോലെ ഒന്നിച്ച് പൂക്കളുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെട്ടുന്നത്. ഇപ്പം ഒരു പൂവേ ഉള്ളൂ എങ്കിൽ സാരമില്ല, നമുക്കത് മാത്രം വെട്ടിയാൽ മതി. പക്ഷേ 3-4-5 പൂക്കളുണ്ടെങ്കിൽ ഒന്നിച്ച് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വട്ടം അതുമാതിരി നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മഴയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെള്ളം ആ തണ്ടിൽ കയറിയിട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ചെയ്യാതിരിക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് DAP കേട്ടോ. ഞാൻ കറുത്ത DAP ആണ് യൂസ് ചെയ്യുന്നത്. ചിലർ വെള്ള DAP യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കത്ര റിസൾട്ട് വന്നില്ല. ഇതുപോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഒരുപാട് ചട്ടി ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് അതിൽ നിന്ന് സൈഡിൽ നിന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മഴ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. മഴയല്ലെങ്കിൽ ഒരു ചെറിയ കുഴി കുത്തിയിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. കാരണം മഴ പെയ്യുമല്ലോ, മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞിട്ട് മണ്ണിൽ കയറും. അപ്പം ഞാൻ എപ്പോഴും പ്രൂൺ ചെയ്തിട്ടാണ് DAP ഇട്ട് കൊടുക്കാറ്. എനിക്കത് റിസൾട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ആ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്ത് നോക്കാം, പക്ഷേ ഇത് ഒരു നല്ല ഐഡിയ ആണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ.